എനിക്ക് കുറേ പണം തരും, ഇപ്പോൾ പാതിരയാണെന്ന് സംഭവിച്ചു, അപ്പം ഞാനത് സ്വീകരിക്കും. ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ വരെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ പിന്നെ അതാണ് സാഹചര്യം. മടിയെടുത്തവരുടെ കുറേയൊക്കെ ജീവനിൽ പേടിച്ചിട്ടാണ്. ഇനി ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും. നമ്മളൊരാളെ എതിർത്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അതുമാതിരിയാണ്. രാഷ്ട്രീയപരമായ നിലപാട് ഓരോ പൗരനും അനിവാര്യമാണ്. അതും ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായും അത് വേണ്ടതാണ്. രാഷ്ട്രീയപരമായ നിലപാട് ഇന്നത്തെ സമൂഹത്തിൽ ഓരോ പൗരനും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ജനങ്ങൾ പറയട്ടെ. നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാൻ മടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ വരെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ പിന്നെ അതാണ് സാഹചര്യം. അപ്പോൾ പിന്നെ പേടിയുണ്ട്. പഴയ കാലത്തെ പോലെ ഒരു പബ്ലിക് സ്പേസിൽ ഇരുന്നിട്ട് സ്വന്തം പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ് പ്രകടമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് എന്തായാലും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഇല്ല. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോൺ പൊളിറ്റിക്കൽ ആണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഉടനെ തന്നെ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എന്ന് വെച്ചാൽ അയാളെ പല രീതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റാമ്പ് അടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. പിന്നെ രാഷ്ട്രീയ നിലപാട് തുറന്നു കൊടുക്കുക അസംതൃപ്തരെ അധികം ഉണ്ട് ഇവിടെ. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല അവർക്ക്. കാരണം പല വിധത്തിലുള്ള ഭീഷണികളും കാര്യങ്ങളും. പിന്നെ മാത്രമല്ല ചിലർ പഴയ രാഷ്ട്രീയ ഇതല്ല, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് ജീവിച്ചവരാണ്, ഇന്ന് സുഖലോലുപരാണ്. അപ്പോൾ അതിൻ്റെ തണൽ പറ്റി ജീവിക്കുന്നവർക്ക് അവരുടെ ആ സൗകര്യങ്ങൾ നഷ്ടപ്പെടാനില്ല. എന്നാൽ പിന്നെ ഇതിൽ കൂടെ ഒന്ന് ഇപ്പോൾ പാതിരയാണെന്ന് പറഞ്ഞാലും സമ്മതിച്ചാൽ നിങ്ങൾ എനിക്ക് കുറേ പണം തരും, ഇപ്പോൾ പാതിരയാണെന്ന് സമ്മതിച്ചു, അപ്പം ഞാനത് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. ആ ആളാണ് മാറിക്കൊണ്ടിരിക്കുക. പണ്ട് അങ്ങനെയല്ലായിരുന്നു, എന്നാലും മൂല്യം ഉണ്ടായിരുന്നു അതിന്. അപ്പം അതില്ല, അതാണ് കാരണം. അപ്പോൾ ഈ ഉദരപൂരണ രാഷ്ട്രീയമൊന്നുമല്ല, വയറ്റിപ്പഴപ്പ് അങ്ങനെയായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ കൂടെ നടന്ന സുഭിക്ഷമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ എതിർക്കാൻ തയ്യാറില്ല. പിന്നെ അല്പം സ്വല്പം ആത്മാർത്ഥമുള്ളവർ പറയാൻ ഭയക്കുകയും ചെയ്യുന്നു. അതാണ് പിന്നീട് വരുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് കാരണം. അത് കുറേ പേർക്ക് പേടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അഭിപ്രായം പറയേണ്ട സമയത്ത് പറയാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പേടിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ ഈ തണ്ട് എന്നല്ല പറയാനൊന്നുമില്ല. അവരാണല്ലോ ഇപ്പം മൊത്തം കൈയടക്കി വെച്ചേക്കണ കാര്യങ്ങൾ. അതാണ് അതൊന്നും മാറണം. മാറി ആളുകൾ ചിന്തിക്കാതിരുന്നാൽ നാട് രക്ഷപ്പെടില്ല ഒരു കാലത്ത്. ഓക്കെ, മടിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാഗ്രഹിക്കണമൊന്നും ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊന്നും ആർക്കൊന്നും കൊടുക്കാൻ പറ്റണില്ലല്ലോ. ശരിയല്ലേ? ഇപ്പോൾ ഒരു വീടില്ലാത്തവരൊരു വീട് വെച്ച് കൊടുക്കാൻ അതിന് മറ്റുള്ള ആൾക്കാർ ഇടപെടണില്ല. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഭക്ഷണമായി കിടക്കണം എന്ന് പറഞ്ഞാൽ അതിലിടപെടണ്ട, അതില്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ട്. ഒരു കാലില്ലാത്തവർക്കും പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കൊടുക്കുമോ? ഇല്ല. അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇലക്ഷനാവറായില്ലേ, ഇനി ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഉറപ്പോഴത്തെ ഭരണം അത്ര ശരിയല്ല. ശരിയല്ലാതെ പല രീതിയിലും തകരാറുകളുണ്ട്. കുറേ പേര് ഏതായാലും ഇപ്പോൾ 2 വർഷം കൂടിയല്ലേ ഉള്ളു. അതിൽ തീർക്കാല. വേറെ നിങ്ങളുടെ സ്വഭാവമല്ല എൻ്റെ സ്വഭാവം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരം സ്വഭാവമുണ്ട്. അപ്പോൾ ഏത് രീതിയിലും എന്ത് രീതിയിലാണ് വരുന്നത് പറയാൻ പറ്റില്ല. മടിയെടുത്തവരുടെ കുറേയൊക്കെ ജീവനിൽ പേടിച്ചിട്ടാണ്. ഒരു പേടിയില്ല. ഞാനൊരു ശരിക്കും ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ ഇവരുടെ രീതി ഒരു ശരിയായ രീതിയിലല്ല ഇപ്പോഴത്തെ പോക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മടിക്കുന്നൊന്നുമില്ല, എല്ലാവരും തുറന്നു പറയുന്നുണ്ട്. പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഫുൾ സ്വാതന്ത്ര്യമാണ്. ഇവിടെ വടക്കേന്ത്യ പോയാൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പേടിയാവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കണമെന്നുണ്ടാവില്ല, അതുകൊണ്ടാവാം. എന്തായാലും ഇപ്പോഴത്തെ ഓരോ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. നമ്മളൊരാളെ എതിർത്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അതുമാതിരിയാണ്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു.